ഇസ്രായേലിലെ ബെൻഗൂരിയൻ എയർപോർട്ട് ആക്രമണത്തോടനുബന്ധിച്ച് എയർലൈൻസുകൾ കൂട്ടത്തോടുകൂടി സർവീസ് റദ്ദാക്കിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാരണത്താൽ തങ്ങൾ ഈ മേഖലയിലേക്ക് താൽക്കാലികമായ രീതിയിൽ സർവീസ് റദ്ദാക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യ രംഗത്ത് വന്നത് എയർ ഇന്ത്യയാണ്. എയർ ഇന്ത്യ ഇസ്രായേലിലേക്ക് പറഞ്ഞിരിക്കുന്ന വിമാനം പിന്നീട് അബുദാബി വഴി ഡൽഹിയിലേക്ക് തിരിച്ചിറക്കുകയും യാത്രക്കാർക്ക് പണം നൽകാൻ ആവശ്യപരമായിരിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആദ്യം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. പിന്നീട് ലുഫ്താൻസ എയർപോർട്ട്, സ്വിസ് എയർലൈൻസ്, ആസ്ട്രേലിയൻ, ബ്രസ്സൽസ്, എയർ യൂറോ ഇവരെല്ലാം റദ്ദാക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. ഒരുപക്ഷെ ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യൂറോ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുന്നത്. സുരക്ഷാ സംബന്ധമായിരിക്കുന്ന പ്രശ്നത്തെ ഇതിന് മുൻപ് കഴിഞ്ഞ വർഷവും ഈ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടിരുന്നെങ്കിലും മണിക്കൂറുകൾക്കകം അവർ സർവീസ് വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു. അതിൻ്റെ കാര്യം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷ ഒരുക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇസ്രായേൽ ഗവൺമെൻറ് വിമാന കമ്പനിയോട് പറഞ്ഞതോടുകൂടിയാണ് അത്തരം ഒരു സംഭവങ്ങൾ നടന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിമാന കമ്പനികളുടെ അഭിപ്രായം. ഒരു പരീക്ഷണത്തിന് തങ്ങളില്ല എന്ന് പറയുന്നു. ഇസ്രായേലിന് നേരെ നടത്തിയ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഗർത്തങ്ങൾ ഈ മേഖല രൂപപ്പെട്ടതോടുകൂടി ഭൂമിയിലേക്കും ഈ വിഷയങ്ങൾ, അതായത് എയർപോർട്ടിന് പുറത്തുള്ള ഭൂപ്രദേശത്തേക്കും ഈ അക്രമം വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്.